ഹലോ ഗൈസ്. ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ തലമുറ ഇങ്ങനെ അക്രമം കാണിക്കുന്നതും അല്ലെങ്കിൽ വഴിതെറ്റുന്നതിൻ്റെ കാരണം സിനിമയാണോ അല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മാർക്കോ എന്ന് പറഞ്ഞ ഫിലിമാണ്. അതിപ്പം OTT വരെയൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ ആണ് അഭിപ്രായം. ഓക്കെ, അങ്ങനെ അവർ ചെയ്യാൻ പോകുന്നതൊക്കെ അങ്ങനെ കണ്ടായിരുന്നു. അത് ശരിയാണെന്ന് അറിയില്ല. അപ്പം അതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ, അത് സത്യമാണോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, മുമ്പും ഇവിടെ വയലൻസ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുറേ. ഓക്കെ, മാർക്കോയ്ക്ക് മുമ്പും ഏതെങ്കിലും നമുക്ക് പറയാം മലയാളത്തിലെ ഏറ്റവും വലിയ ഇപ്പം ഇതുവരെ ഇറങ്ങിയത് വെച്ചിട്ട് ഏറ്റവും ഒരു വയലൻസ് കൂടിയ മൂവി മാർക്കോ തന്നെയാണ്. ഓക്കെ, അത് ശരിയായിരിക്കാം, എന്നാൽ പൂർണ്ണമായിട്ട് ശരിയല്ല. ഇനി കുട്ടികൾ മാർക്കോ കണ്ടിട്ടാണോ വഴിതെറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഓക്കെ, കാരണം മൂവി എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മൾ വാച്ച് ചെയ്യുന്നു, കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഒരു ആവേശമൊക്കെ കാണും, അത് കഴിയുമ്പോൾ അങ്ങ് പോകും. അല്ലാത്ത പക്ഷം എനിക്ക് മേ ബി അവനിതൊരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളാണെങ്കിൽ മാത്രമേ അതും കൊണ്ട് ജീവിതാവസാനം വരെ നടക്കത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഒരു സിനിമ കണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ജീവിതം മാറി അങ്ങനെ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്രിമിനലായ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സിനിമയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളം എന്ന് പറയുന്ന ജയസൂര്യയുടെ മൂവിയൊക്കെ കണ്ടിട്ട് മദ്യപാനം നിർത്തിയ ആളുകളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ശരിയായില്ല. അങ്ങനെ എത്ര പേര് വന്നാൽ പിന്നെ ഇപ്പം നമ്മുടെ സർക്കാർ വരെ മുടിഞ്ഞു പോയത് എല്ലാവരും മദ്യപാനം നിർത്തിയ ഉപേക്ഷിച്ചുവെങ്കിൽ കേട്ടോ. ഓക്കെ, അങ്ങനെ നന്നായിട്ടുള്ളവർ കുറവാണ്. ഈ ചീത്തയായിട്ടുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചില പ്രചോദനങ്ങൾ മേ ബി ഉണ്ടായിരിക്കാം ചില കാര്യങ്ങളിലായിട്ട്. പക്ഷെ മൂവി എന്നും കരുതിയിട്ട് നമുക്ക് കംപ്ലീറ്റ് വയലൻസ് മൂവിക്ക് അതിനെടുത്ത് കളയാൻ പറ്റില്ല. പിന്നെ ഈ കുട്ടികൾ ഈ സിനിമ കണ്ടിട്ടാണ് മലയാളത്തിലെ വയലൻസ് സിനിമ കണ്ടിട്ടാണ് നശിക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല. കാരണം അവർ കാണുന്നത് കൊറിയൻ വെബ് സീരീസും മൂവീസൊക്കെ കാണുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ എക്സ്ട്രീം വയലൻസ് ആണ്, എക്സ്ട്രീം. ഓക്കെ, മാർക്കൊന്നും നമുക്ക് വയലൻസ് എന്ന് പറയാൻ, ഞാൻ കണ്ടതിന് ശേഷം എനിക്കിത് വലിയൊരു വയലൻസ് ആയിട്ട് തോന്നിയില്ല. അതായത് ഭയങ്കര ഫീഗറൊക്കെ അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാൻ എന്താണെന്നുള്ളത്. അങ്ങനെ കൊറിയനൊക്കെ സെർബിയൻ ഫിലിം എന്നൊക്കെ പറഞ്ഞ ഓരോ മൂവിയൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ വയലൻസ് മാത്രമല്ല ഡിസ്റ്റർബിങ് മൂവിയും കൂടിയാണ്. അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഈ മലയാളത്തിലെ തന്നെ ഇപ്പം മാർക്കോയാണ് എല്ലാവരും എടുത്തു പറയുന്നത്. പക്ഷേ അതിനെക്കാട്ടി വന്നാൽ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയത് പണി എന്ന് പറയുന്ന മൂവിയാണ്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ മാർക്കോയ്ക്കകത്ത് നമ്മൾ കാണുന്ന എക്സ്ട്രീം വയലൻസ് ആണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വയലൻസ് കാണിക്കാൻ വേണ്ടി കുത്തി കയറ്റി കണക്ക് നമുക്ക് തോന്നാറുണ്ട്. അത് കണക്ക് തന്നെ ഈ മെഷീൻ ഗണ്ണൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ നമുക്ക് കേരളത്തിൽ നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഓക്കെ, മെഷീൻ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഐറ്റം, അത് ഇത്രയും പേരൊക്കെ മരിച്ച്. പക്ഷേ ഈ പണി എന്ന് പറഞ്ഞ മൂവി അത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് കേൾവിയുള്ളൊരു കഥയാണ് അതിനകത്തുള്ളത്. ഓക്കെ, സ്വാഭാവികം നമുക്ക് കേരളത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ മെഷീൻ ഗണ്ണ് വെച്ചിട്ട് ഇത്രയും വില്ലന്മാരെ കൊല്ലുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ വീട് കയറിയിട്ട് ഓക്കെ തോക്കുധാരികളായിട്ടുള്ള ഇത്രയും ആളുകൾ ഇടിവെക്കുന്നു, അവിടെ തിരിച്ചിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു, അത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതൊരു സാമാന്യ ബുദ്ധി ഉള്ള ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല. ഓക്കെ, മേ ബി ആ ഒരു റീസൺ ഉണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ഫിലിം അത്ര ഒരു ഇമ്പാക്റ്റ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. വയലൻസ് ഉണ്ട്, ഇല്ല നല്ല രീതിയുണ്ട്. പിന്നെ കുട്ടികൾക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പടം എടുക്കാനും പറ്റത്തില്ല. അതൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കലയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാവും. ഓക്കെ, കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പൂർണ്ണമായിട്ടും സാധ്യമല്ല. ഇപ്പം OTT ഇറങ്ങുന്നുണ്ട്, അവിടെ നിന്ന് ടെലിഗ്രാമിൽ വരുന്നുണ്ട്, അവിടെ നിന്ന് കുട്ടികൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് മലയാളം ഉപേക്ഷിച്ച് ഞാൻ വേറെ മറ്റേ ഫിലിം ഇത്രയ്ക്ക് പോകും. ഓക്കെ, ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്, കൊറിയൻ ഫിലിം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, വെബ് സീരീസ് ഉണ്ട്, അത് കണക്ക് ബ്രൂട്ടലായിട്ട് വയലൻസ് ഉള്ള. അതല്ലാണ്ട് ഈ മലയാളം ഫിലിമോ വെബ് സീരീസോ ഒന്നുമല്ല കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. അങ്ങനെ വഴിതെറ്റിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെൻ്റലി എന്തെങ്കിലും സ്ഥിരത ഇല്ലാത്ത ആളുകളായിരിക്കണം. ഓക്കെ, അവരല്ലേലും വഴിതെറ്റും. ഓക്കെ, വഴിതെറ്റാനുള്ള പ്രധാന കാരണം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നവും നമ്മുടെ സൊസൈറ്റിയിലെ പല ഇഷ്യൂസും കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഒരു സിനിമ നിരോധിച്ചതുകൊണ്ടോ ഒന്നും ഇവിടെ അക്രമം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു, ഇത്രയും അതിക്രമങ്ങൾ നമ്മൾ കാണുന്നു. അത് ഈ ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്, ടീനേജ് യൂത്ത് ആ കാറ്റഗറിപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. അതിക്രമങ്ങൾ തോന്നുകയും ചെയ്തത് സത്യത്തിൽ മുമ്പും ഇതേപോലെ നടന്നിട്ടുണ്ട്.
ഓക്കെ, അതായത് അന്നും അക്രമമുണ്ട്, ഇന്നുമുണ്ട്. പക്ഷെ ഇന്നത് കുറച്ച് ശ്രദ്ധ നേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു മാധ്യമങ്ങളുടെ വരവോട് കൂടിയിട്ട്. ഓക്കെ, ഈ എന്താണ് നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊക്കെ വഴി പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രചരിച്ചു പോകും. പണ്ട് ഇത്രയും പ്രചരിക്കുന്നില്ലായിരുന്നു. ആളുകൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇതിപ്പം കൂടുതൽ പ്രചാരം വന്നത്. അതുകൊണ്ടാണ്. അല്ലാണ്ട് മുമ്പ് ഈ പറഞ്ഞതുപോലെ റാഗിങ് നടക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ തമ്മിൽ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്, മരണത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും മറ്റേ കണക്കുകൾ നമുക്ക് കുറവായിരിക്കും. അത് ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നിൻ്റെ ലഭ്യത ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം നല്ല നല്ല തുരിതുര പിടിക്കുന്നുണ്ട് പലയിടത്തു നിന്നായിട്ട്. ഓക്കെ, കഞ്ചാവും അതേ കണക്കുള്ള ഡ്രഗ്സും എല്ലാം കടത്തുന്ന ആളുകൾ പൊക്കുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളുകൾ, ക്യാരിയേഴ്സിനെ. അപ്പം അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പം നമ്മൾ ഈ ഒരു ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. കണ്ണ് രണ്ട് കുത്തി പൊട്ടിച്ചതോ, കണ്ണിടിച്ചകത്താക്കി, മൂക്കിൻ്റെ പാരം തകർത്ത് ഇന്ന ഒരാളുടെ, അതൊക്കെ മറ്റേ ഈ മിഹിറിൻ്റെ കേസിനും ഈ കോട്ടയം നേഴ്സിംഗിൻ്റെ ഇഷ്യൂവിന് ശേഷവും ഈ അഫാൻ്റെ ഇഷ്യൂവിന് ശേഷം അതെല്ലാം വന്നെയാണ് ഈ പറഞ്ഞത്. ഈ ഇപ്പം ലാസ്റ്റ് ഷഹബാസിന് ശേഷമൊക്കെയാണ് ഈ പറഞ്ഞ കണക്ക് ഒരു കുട്ടിയുടെ കണ്ണെല്ലാം ഇടിച്ച് തകർത്തതും, അതേപോലെ തന്നെ മറ്റേ പുതിയ അപ്പോൾ ഓരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം ഇത് നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഉണ്ടല്ലോ ഇടിക്കട്ടയും പിന്നെ എന്താ പറയുക, സൈക്ലിംഗ് ചെയിനും വൈകിട്ട് നടക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ കൊല്ലത്താണ്. ഇവിടെ പ്രമുഖമായിട്ടുള്ള സ്കൂളുകളിൽ ഇപ്പോഴും കുട്ടികൾ കൊണ്ട് നടക്കുന്നുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കൂ. അത് ബാഗ് ചെക്ക് ചെയ്യണം, കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്യും കൂടെ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, സ്കൂൾ മാനേജ്മെൻറ്റ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഇവർ ഈ ആയുധം കൈക്കൊണ്ട് നടക്കുന്ന ഒരു സംഭവം നിൽക്കും. പിന്നെ അതേ കണക്ക് തന്നെ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, കൈ കൊണ്ട് നടക്കുന്നുണ്ടോ, അപ്പം അവരാണ് അതിൻ്റെ വിൽപ്പനക്കാരെന്നൊക്കെ പറയുന്നുണ്ട്, കുട്ടികൾ ക്യാരിയേഴ്സെന്നോ. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അതുമല്ല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഞാൻ എപ്പോഴും ഉറപ്പിച്ച് പറഞ്ഞു, ഇപ്പോഴും കുട്ടികൾ കൈ കൊണ്ട് നടക്കുന്നുണ്ട്, കണക്ക് ഇടിക്കട്ടയും. എൻ്റെ അടുത്ത് കുട്ടികൾ വന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതിന് ശേഷം കൊടുക്കുക, അവർക്ക് മറ്റെന്താണ് അറിയിപ്പ് കൊടുക്കുക സ്കൂളുകൾക്കെല്ലാം ചെക്ക് ചെയ്യാനായിട്ട്. അത് കറക്റ്റായിട്ടൊരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഒരുമാതിരിപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിഞ്ഞു കിട്ടും. പക്ഷേ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടിക്കാനുള്ളവൻ എന്തായാലും അടിക്കുന്നത് വേറൊരു കാര്യം. അപ്പോൾ അതിനാണ് ഈ മോറൽ എഡ്യൂക്കേഷൻ്റെ കാര്യമൊക്കെ ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കുക, അത് മാത്രമേ നമുക്ക് ഒരു പ്രതിവിധിയായിട്ടുള്ളൂ. എത്തിക്കൽ വാല്യൂസ് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് സിനിമ നിരോധിച്ചിട്ട് മാത്രം കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല.